പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാ ദുഷ്കരമായി മുക്കം നഗരസഭയിലെ 14-ാം ഡിവിഷനിലെ മുക്കം മാമ്പറ്റ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് മുക്കം ഹൈസ്കൂളിലേക്ക് പോകുന്ന റോഡ്. കഴിഞ്ഞ വർഷം മഴക്കാലത്ത് തന്നെ പൊളിഞ്ഞു തുടങ്ങിയ റോഡ് ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പെയ്ത ഇടമഴയോടെ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ട് വാഹന ഗതാഗതവും കാൽനട യാത്രയും കഠിനമാക്കുകയാണ്. മുക്കം നഗരസഭയിലെ 14-ാം ഡിവിഷനിൽപ്പെട്ട മുക്കം മാമ്പറ്റ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് മുക്കം ഹൈസ്കൂളിലേക്ക് പോകുന്ന റോഡാണ് കാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമാക്കുന്നത്. കഴിഞ്ഞ വർഷം മഴക്കാലത്ത് തന്നെ പൊളിഞ്ഞു തുടങ്ങിയ റോഡ് ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പെയ്ത ഇടമഴയോടെ വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ട് വാഹന ഗതാഗതവും കാൽനട യാത്രയും കഠിനമാക്കുകയാണ്. നഗരസഭയിലെ പല ഇടറോഡുകളും അറ്റകുറ്റപ്രവൃത്തി നടത്തി നവീകരണം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ റോഡ് മാത്രം ഇതുവരെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള നിരവധി വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന റോഡ് എന്നതിനു പുറമെ നഗരസഭാ അധികൃതർ നിരന്തരം പങ്കെടുക്കുന്ന വിവിധ പരിപാടികൾ നടക്കുന്ന സ്വകാര്യ ഓഡിറ്റോറിയത്തിലേക്കും വന്നു പോകാനുള്ള ഏക യാത്രാമാർഗമാണിത്. അമൃത് 2 പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി പൊളിച്ച ഭാഗം റീസ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് പഴയ ടാറിങ്ങുമായി കൂടിച്ചേരുന്നിടത്തും പൊളിഞ്ഞു തുടങ്ങിയ അവസ്ഥയിലാണിപ്പോൾ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയിൽ മുകൾ ഭാഗത്തു നിന്ന് കല്ലും മണ്ണും ഒലിച്ചിറങ്ങി താഴ്ഭാഗത്ത് ഇരുചക്രവാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം സ്കൂൾ തുറക്കാനിരിക്കെ റോഡ് ഗതാഗതയോഗ്യമാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാത്രമല്ല പ്രദേശത്തെ നിരവധി വീട്ടുകാർക്കും അത് വലിയ ദുരിതമായി മാറും. മുക്കത്തുകൂടി കടന്നു പോകുന്ന സംസ്ഥാന പാതയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ചെറിയ വാഹനയാത്രക്കാരെല്ലാം ഉപയോഗിക്കുന്ന റോഡെന്ന നിലയിലും ഏറെ പ്രാധാന്യമുള്ള ഈ റോഡിൻ്റെ ദുരവസ്ഥയിൽ അധികൃതരുടെ സ്വതന്ത്ര നടപടിയുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം.